Hi guys, it's me, the Mallu Banker. SBI PO ആൻഡ് ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ റിലീസ് ആവുന്നതായിരിക്കും. സോ പലരും എന്നോട് കമൻസ് ആയിട്ടും അതുപോലെ തന്നെ മെയിലായിട്ടുമൊക്കെ ടു ഡു ലിസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ടെലഗ്രാം ചാനലിൽ ടു ഡു ലിസ്റ്റ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡേ 3 ആണ് ഇന്ന് വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നും ഡെയിലി വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനുമുള്ള ടൈം എനിക്ക് കിട്ടാറില്ലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ടെലിഗ്രാമിൽ PDF ആയിട്ട് നോട്ട്സും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസിൻ്റെ ലിങ്കും അങ്ങനെയുള്ള ഒരു ഡേ എന്തൊക്കെ പഠിക്കണം അത് ബിഗിനേഴ്സിനും റിപ്പീറ്റേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഡെയിലി ടു ഡു ലിസ്റ്റ് ഇത്രയും ഡീപ്പായിട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്നത് വെച്ചിട്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അതിലും കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അതുപോലെ തന്നെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമേ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഫീഡ്ബാക്സും ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത് ഡേ 3യുടെ ഒരു സാമ്പിൾ ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. അഥവാ ടെലിഗ്രാം ചാനലിൽ ആരെങ്കിലും ഇല്ല എങ്കിൽ അവർക്കും ഒന്ന് യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇതിപ്പോൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കുന്നത്. സോ അപ്പോൾ ഒരു ഡേ തുടങ്ങുമ്പോൾ ഇപ്പോൾ എന്താണ് വേറെ എക്സ്ട്രാ വർക്ക്സ് ഒന്നുമില്ല. ജസ്റ്റ് ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ രാവിലെ തന്നെ എന്താണ് ഇംഗ്ലീഷും കറണ്ട് അഫെയർസും വെച്ചിട്ട് തുടങ്ങാം. അതല്ല എന്നെപ്പോലുള്ള ഹൗസ് വൈഫ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ചെയ്യുന്നവരോ അങ്ങനെ വേറെ സ്റ്റുഡൻസോ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ലെഷർ ടൈം പോലുള്ള ടൈമിൽ ഇംഗ്ലീഷും കറണ്ട് അഫെയർസും ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് രാവിലെ എണീക്കുന്ന കാമായിട്ടുള്ള ടൈമിൽ കുറച്ചുകൂടെ ക്വാൺസും റീസണിങ്ങും ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ക്വാൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിഗിനേഴ്സ് എന്ത് ചെയ്യണം, സ്ക്വയർസും ക്യൂബ്സും അതുപോലെയുള്ള ഷോർട്ട് ട്രിക്സൊക്കെ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അത് ആദ്യമൊക്കെ ഒരു 10-15 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ എഴുതി തന്നെ റിവൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൽ അത് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതാണ് വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ്. അത് ഞാൻ ലിങ്ക് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്താൽ മതിയാകും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ദെൻ ഡേ 3യിൽ നമ്മൾ നോക്കുന്നത് ന്യൂമറിക് സീരീസ് കൗശിക് മൊഹന്തി സാറിൻ്റെ ക്ലാസ്സാണ്. അത് ലാസ്റ്റ് ഡേ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി വേണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് ആ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് സാറ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ തന്നെ ചെയ്യാനും നോക്കുന്നത് നല്ലതായിരിക്കും. ദെൻ വരുന്നതാണ് DI തന്നെ ചെയ്യാൻ പറ്റുന്നു അങ്ങനെയുള്ള ഒരു കണ്ടീഷനായിട്ടുള്ളവരാണെങ്കിൽ പ്രാക്ടീസ് സെറ്റ്സ് PDF എൻ്റെ ടെലിഗ്രാമിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ടൈമർ വെച്ചിട്ടോ അതല്ല ആദ്യം ഒരു പ്രാക്ടീസ് ഫേസ് എന്നുള്ള രീതിയിൽ തന്നെ ടൈമർ ഇല്ലാതെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതല്ല ബേസിക്സ് ഒന്നും അറിയില്ല, പലതരം DI സെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അറിയില്ല എങ്കിൽ DIയുടെ യൂട്യൂബ് ക്ലാസ് വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. അത്രയുമാണ് ക്വാൺസ് അത്രയും തന്നെ എനിക്ക് തോന്നുന്നൊരു ഓരോരുത്തരുടെ പഠന രീതി അനുസരിച്ച് 2-2.5 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. എത്ര എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ടാർഗറ്റ് ഫുൾ ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ഇന്നിപ്പോൾ ക്വാൺസിനപ്പോൾ ടോട്ടൽ 5 മണിക്കൂറും ക്വാൺസിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ബാക്കി റീസണിങ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയരുത്. കാരണം സമയമുള്ളവരുടെ കേസാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് ഷെഡ്യൂൾ ചെയ്യണം. ദെൻ റീസണിങ്ങിലോട്ട് വരുമ്പോൾ റീസണിങ്ങിൽ ഇനീക്വാളിറ്റിയും കോഡിങ് ഡീകോഡിങ്ങും ക്വസ്റ്റ്യൻസ് യൂട്യൂബിൽ നിന്ന് കണ്ടിരുന്നു. അതിൻ്റെ പ്രാക്ടീസ് സെറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ദെൻ പസിൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പസിൽസ് ഉണ്ട്. ആ പസിൽസ് യൂട്യൂബ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നോക്കി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ക്ലാസ് തന്നെ ടീച്ചേഴ്സ് ചെയ്യുന്നത് കൂടെ ചെയ്തിട്ട് അത് തന്നെ ഒന്ന് ചെയ്യാൻ നോക്കുക. ബിഗിനേഴ്സിൻ്റെ കേസാണ്. അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. റീസണിങ്ങിനും ഇതുപോലൊരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ എടുക്കുന്ന രീതിയിൽ വേണം അത് ടൈം ഷെഡ്യൂൾ ചെയ്യാൻ. നിങ്ങൾക്കുള്ള ടോട്ടൽ ടൈമിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം എല്ലാ സബ്ജക്ട്സിനും ഈക്വലായിട്ട് കൊടുക്കാൻ. ഓക്കെ. ദെൻ കമ്മിങ് ടു ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം, റീഡിങ് ഹാബിറ്റ് മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. ഇന്നലെയൊന്നും എനിക്ക് എഡിറ്റോറിയലിൻ്റെ മീനിങ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ സോറി ഫോർ ദാറ്റ്. അത് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു.
ഇന്ന് ഞാൻ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ എഡിറ്റോറിയൽ ഇടുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് രാത്രിയൊക്കെ ആകുന്നതിനുള്ള കാരണം അതാണ്. ഞാൻ എപ്പോഴാണോ പഠിക്കുന്നത് അപ്പോൾ തന്നെ അത് നിങ്ങൾക്കും അപ്ലോഡ് ആക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ എന്ത് ചെയ്യുക, ഒരു നോവൽ ഞാൻ ഗ്രൂപ്പിൽ ചാനലിൽ PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നും ഒരു 5 പേജസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ നോവൽ വായിച്ച് നോക്കുക. ദെൻ എഡിറ്റോറിയൽ റീഡ് ചെയ്യുക. എഡിറ്റോറിയൽ റീഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ വേർഡ് മീനിങ്സ് അങ്ങനെ കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ ഞാൻ ഹിന്ദു എഡിറ്റോറിയലിൻ്റെ മീനിങ്, അത് എനിക്ക് ഡൗട്ട് വരുന്ന വേർഡ്സിൻ്റെ മീനിങ് ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്. ദെൻ ആണ് 120 റൂൾസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, അല്ലാത്തവരൊരു 5 റൂൾസ് വെച്ചിട്ടെങ്കിലും എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇത് കൂടാതെ തന്നെ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യമാണ് എറർ ഡിറ്റക്ഷനും ഈ കൂടെ സമയമുണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ദെൻ വരുന്നതാണ് ജനറൽ അവയർനെസ്, സി എ നമ്മൾ വീക്ക്ലി ആണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്, അഫയേഴ്സ് ക്ലൗഡിൻ്റെ. അത് 2 ദിവസം കൊണ്ട് ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പറയണം, എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനനുസരിച്ചൊന്ന് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞിരുന്നത് നവംബർ 1st വീക്കാണ്. അപ്പോൾ നവംബർ 1st വീക്ക് ആകുമ്പോൾ അത് ഒരു പാർട്ട് 1 എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഒരു എത്ര വരെ ഒരു ഈക്വലായിട്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ച് വേണം അത് പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ടും തിരിക്കാൻ. ഓക്കെ. ഇപ്പോൾ ഞാൻ കൂടുതലും മോക്ക് ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ആദ്യം ബേസിക്കിനൊരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ എന്ന് കരുതിയോണ്ടാണ്. അങ്ങനെ വേറെ ബേസിക്സ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ മോക്ക് ചെയ്ത് മാർക്സ് നോക്കി റിഗ്രറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഫേസ് ആയി പോകും. സോ അതുകൊണ്ടാണ് ഇപ്പോൾ മോക്കൊന്നും ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ പറയാം. അതുപോലെ തന്നെ ക്വാൺസിൽ സ്ക്വയർസും ക്യൂബ്സും റിവൈസ് ചെയ്യണം. അത് എത്ര നല്ല പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് 19 × 7 എത്ര എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് മൈൻഡിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് അത് ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ബൈ ഹാർട്ട് ആയെങ്കിൽ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ വരുന്നതാണ് ആഷിഷ് അറോറ സാറിൻ്റെ ചെക്ക് ലിസ്റ്റ്. അത് ഞാൻ പറയാൻ കാരണം അത് ഫ്രീ ആയിട്ട് നമ്മൾക്ക് ഒത്തിരി ചെക്ക് ലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ഡേയും ഓരോന്ന് ചെയ്യാം. അതുകൊണ്ടാണ് ചിലപ്പോൾ ക്വിസസ് ഒക്കെ ആണെങ്കിലും മൊത്തം ചിലപ്പോൾ മീൻസ് പ്രാക്ടീസ് മോക്കിലൊക്കെ ഒരു സെറ്റ് കുറേ കാണുകയുള്ളൂ. അത് കഴിയുമ്പോൾ അത് കാണില്ല, മീൻസ് കുറച്ചേ കാണുകയുള്ളൂ. ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. അഥവാ നിങ്ങൾക്കിപ്പോൾ ക്വിസ് മോഡലിലാണ് ചെയ്യേണ്ടതെങ്കിൽ പ്രാക്ടീസ് മോക്കിലൊക്കെ എൻ്റെയൊക്കെ തീർന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് ചെയ്ത് തീർന്നിട്ടില്ലാത്തവരാണെങ്കിൽ അതൊക്കെ ചെയ്താലും മതി. അതുപോലെ തന്നെ സ്മാർട്ട് കീഡായാലും ക്വിസസ് അവൈലബിൾ ആണ്. ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊരു ഔട്ട്ലൈൻ പോലെ ഞാൻ തന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് കരുതിയിട്ട് സ്വന്തമായിട്ടും മാറ്റങ്ങൾ വരുത്താവുന്നതേ ഉള്ളൂ. ദെൻ നമ്മൾ ആവറേജ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, PDF-ൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. PDF അല്ല, ഇപ്പോൾ വീഡിയോ ലെക്ചേഴ്സിൽ കൂടെ വേണം പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഒരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും ആവറേജസിൽ ചെയ്യുക. ഓക്കെ. ഒരു പ്രീ ടു മെയിൻസ് ലെവൽ വരെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ ഇന്ന് ചെയ്യുന്നത് SBI ക്ലർക്കിൻ്റെ ഒരു യൂട്യൂബിൽ നിന്നുള്ള ഒരു ക്വാൺസിൻ്റെ മോക്ക്. അപ്പോൾ അത് പലതരം വീഡിയോസ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു വീഡിയോ SBI ക്ലർക്ക് ലെവലിൽ നിന്ന് ചെയ്യാം. അങ്ങനെ യൂട്യൂബ് ക്ലാസ്സസിലൂടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്, ഏത് ടൈപ്പാണ്, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അടുത്തതാണ് റീസണിങ്. ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് പരുൾ ഗേറ മാമിൻ്റെ ചെക്ക് ലിസ്റ്റ്. അതിൽ 5 ഇനീക്വാളിറ്റി, അങ്ങനെ സിലോജിസം, കോഡിങ്, അങ്ങനെ എല്ലാം വരുന്ന ഒരു സെറ്റ് ഉണ്ട്. ഓക്കെ. അത് ചെയ്ത് നോക്കുമ്പോൾ അതത്രയും നമ്മളുടെ മിസ്സലേനിയസ് ടോപ്പിക്സ് ഒക്കെ അതിൽ കവർ ആകുന്നതായിരിക്കും. ദെൻ വരുന്നതാണ് പസിൽസും സീറ്റിങ്ങും. അത് എന്തായാലും ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്ന് ചെയ്യേണ്ടതായിരുന്നു മെയിൻസ് ലെവൽ പസിൽ. ഓക്കെ. മെയിൻസ് ലെവൽ പസിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് യൂട്യൂബ് വീഡിയോസ് കാണുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അത് സ്വന്തമായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ. ഇന്നത്തെ ഒരു വീഡിയോ ഒരു എക്സാമ്പിൾ ആക്കി എടുത്ത് വേണം മുൻപോട്ടുള്ളതും ചെയ്യാൻ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ചെയ്തു എന്നേ ഉള്ളൂ. അതാണ് ഈ ടൈം ആയത്. നാളത്തെ ഒരു ഇത് നാളത്തെ ഷെഡ്യൂൾ എടുക്കുമ്പോഴും ഈ ഒരു മോഡലിൽ വേണം ചെയ്തെടുക്കാൻ. ഓക്കെ.
അത്രയുമാണ് റീസണിങ്ങിന് പറയാനുള്ളത്. ദെൻ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു 5 ഒക്കെ അല്ല, കുറച്ചും കൂടെ പറ്റുമെങ്കിൽ ഒരു 5 to 10 പേജസ് ഓഫ് ഏതെങ്കിലും ഒരു നോവൽ വായിക്കുക. ദെൻ എഡിറ്റോറിയൽ വായിക്കുക, ജസ്റ്റ് മീനിങ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. 120 റൂൾസ് കവർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒരു 5 to 10 റൂൾസ്, 10 സമയമുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു 5 റൂൾസ് 120 റൂൾസിൻ്റെ ജസ്റ്റ് ആ വീഡിയോ കാണുക. അതല്ല എങ്കിൽ PDF അവൈലബിൾ ആണ്, അത് കണ്ടാലും മതിയാകും. ദെൻ എറർ ഡിറ്റക്ഷൻ്റെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടെലിഗ്രാമിൽ PDFs അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ക്വിസിൻ്റെ ഫോമാറ്റിലും ചെയ്യാവുന്നതാണ്. ദെൻ 2 RC പ്രാക്ടീസ് ചെയ്യുക. ഒരു ഇച്ചിരി ഒരു ലെവൽ കൂടിയ RC ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. കാരണം മെയിൻസിനും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ ക്ലർക്കിനും POയ്ക്കും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ലെവൽ ഉള്ള RCs ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്വാൺസിൻ്റെയും റീസണിങ്ങിൻ്റെയും ഒക്കെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്തിരുന്നു. സോ ഇന്ന് ഇംഗ്ലീഷിൻ്റെ സെക്ഷണൽ ടെസ്റ്റ്, അത് വേണമെങ്കിൽ POയോ ക്ലർക്കോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും ചെയ്യാം. ആദ്യം ഒരു ക്ലർക്ക് ലെവൽ ബേസ് ചെയ്ത് സെറ്റായിട്ട് POയിലോട്ട് കടന്നാലും മതി, കുഴപ്പമില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതുപോലെ ചെയ്യുക. ദെൻ കമ്മിങ് ടു CA ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം SBIക്ക് നല്ല രീതിയിൽ വെയിറ്റേജ് ഉള്ള ഒരു പോർഷനാണ് CA. അതുകൊണ്ട് തന്നെ ഇന്ന് പറഞ്ഞിരുന്നത് നവംബർ 1st വീക്കാണ്. അതിൻ്റെ ഒരു 2 പാർട്ടായിട്ട് തിരിച്ചിട്ട് ഒരു പാർട്ട് ഇന്ന് പഠിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഫ്രീ ക്വിസസ് അവൈലബിൾ ആണ്. അതല്ലാതെ വീഡിയോ ക്ലാസ്സസ് അഫയേഴ്സ് ക്ലൗഡിൻ്റെ ഒക്കെ തന്നെ വീക്ക്ലി വീഡിയോസ് അവൈലബിൾ ആണ്, അത് കണ്ടാലും മതിയാകും. ഇന്നലെയും കഴിഞ്ഞ ദിവസവുമൊക്കെ നമ്മൾ SBI POയുടെയും ക്ലർക്കിൻ്റെയും ഒരു പ്രിലിംസ് ലെവൽ മോക്ക് വെച്ച് ചെയ്തു, അത് അനലൈസ് ചെയ്തു. ഇന്ന് ചെയ്യേണ്ടത് SBI ക്ലർക്കിൻ്റെ മെയിൻസ് ലെവൽ മോക്കാണ്. അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവും. ലാസ്റ്റ് ഇയറിലെയൊക്കെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അത് ചെയ്യുക. ഇന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് അനലൈസ് ചെയ്യുക. അതല്ല ടൈം ഇല്ല, എത്രയും മണിക്കൂറുകൾ വേണ്ടതാണ്, സമയമില്ല എങ്കിൽ നാളെ അനലൈസ് ചെയ്താലും മതിയാകും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഷെഡ്യൂൾ വരുന്നത്. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഞാൻ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും സോഴ്സസ് വേണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇത് മുൻപോട്ട് എക്സാമിന് അടുത്ത് വരെയും ഇതുപോലെ ഒരു ടു ഡു ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പോലെ ഇരിക്കും. കാരണം ഞാനൊരു ബിസി പേഴ്സണാണ്. എനിക്കും വീട്ടിലാണെങ്കിലും എൻ്റേതും ഒരു നല്ല ബിസി ഷെഡ്യൂളാണ്. അപ്പോൾ അതിൽ നിന്നും ഞാൻ നിങ്ങളുടെ ഒരു അഭ്യർത്ഥന പ്രകാരം ചെയ്യുന്നതാണ്. സോ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.